പാടിയ പാട്ട് തന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിരുന്നു. അതെനിക്ക് പാടാൻ ശരിക്കും അറിയില്ല, എങ്കിലും കുട്ടികൾക്കെല്ലാം അത് പാടിക്കൊടുക്കുന്നത് നല്ലതാണല്ലോ, അതൊരു നല്ല എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുപോലെ വൊക്കേഷൻ പ്രൊമോഷൻ നടത്താൻ പ്രഗ്നൻസിയിൽ അവരോട് വചനം പറയുന്നതും അമ്മമാരെ കൊണ്ട് കൗൺസിലിംഗ് കൊടുക്കുന്നതും എല്ലാം വളരെ ഇഫക്റ്റീവാണ് എന്നുള്ള ആശയവും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് സാധിക്കുന്നത് പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് ഈ എംബറമാനുവലൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട്. അവരൊക്കെ പലരും അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ലോകത്തിൽ ഭയങ്കരമായ രീതിയിലുള്ള ഡിസോർഡറും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് കത്തോലിക്ക സഭയെ തന്നെ ഒത്തിരി അവഹേളിച്ചുകൊണ്ട് അതൊക്കെ എന്തൊക്കെ ആയിത്തീരും, പെട്ടെന്ന് തന്നെ ഒരു സഭയിലൊരു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്കൊക്കെ ഒരു ചിന്താഗതികളും അങ്ങനെയൊരു അതൊക്കെ ഓർക്കുമ്പോഴൊരു വിഷമവും അസ്വസ്ഥതയൊക്കെ പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ വചനം, യെശയ്യായുടെ വചനം 11-ാം അധ്യായത്തിലുള്ള വചനം, സമുദ്രത്തിൽ ജലം നിറയുന്നത് പോലെ ഭൂമി മുഴുവൻ കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയും എന്ന ആ ബോധ്യവും ആ വിശ്വാസവും അത് കിട്ടിയപ്പോൾ അത് വലിയൊരു സന്തോഷമായി, അല്ലെങ്കിൽ ഒരു സമാധാനം, ഒരാശ്വാസവും മറ്റുള്ളവരോട് അത് പറയാൻ സാധിക്കും, അത് പ്രഘോഷിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹവും എനിക്കുണ്ടായി. അതിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഇവിടെ പിന്നെ മറ്റ് സിസ്റ്റേഴ്സ് പറഞ്ഞ എല്ലാ കാര്യങ്ങളിൽ ഞാനും എനിക്കത് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നി. അതിനൊക്കെ ജ്ഞാനമെല്ലാം നൽകിയ ബ്രദറിലൂടെ നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്